ഒരു പാട്ടും ഒരു കഥയെല്ലാം കൂടി, ഒരു ചെറിയൊരു പാട്ടും ഒരു കഥയെല്ലാം കൂടി പറയാൻ പോവുകയാണേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ പണ്ട് ഒരു ഊഞ്ഞാല് വളപ്പിൽ വിയ്യാത്തുട്ടി എന്ന് പറഞ്ഞ ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഓള് ഒരു വാപ്പയോ ഉമ്മയോ ഒരു മോളുമാണ്. അങ്ങനെ ഓള് കുറച്ച് ഒരു 10-22 വയസ്സാകുന്നവരെ ഓള് പിന്നെ കല്യാണമൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളൊരു പുത്തൻകുളം കുത്തിച്ച്, കുളം കുത്തിക്കുക എന്നൊക്കെ പറയും. അതിന്മേൽ ഒരു പൊന്നൂഞ്ഞാലിട്ട്, പൊന്നൂഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൊന്നൊന്നും ആയിരിക്കുകയല്ല, ഊഞ്ഞാലിട്ട് അതിനൊരു പേരോളിട്ടതാ പൊന്നൂഞ്ഞാൽ എന്ന്. അങ്ങനെ ഈ ഊഞ്ഞാൽ മുറുക്കിയില്ല, ഊഞ്ഞാലിന്മേൽ ആടണ്ടേ, ഊഞ്ഞാലിന്മേൽ ആടി മുറുക്കുന്നവർക്ക് ഇവളെന്താ പറഞ്ഞിരുന്നോ, പിന്നെ എൻ്റെ വാപ്പുള്ള കാലത്ത് 22 ആനേനെ നേടിയിട്ടുണ്ട്, അതിൽ നിന്ന് പകുതി കൊടുക്കും, നാട് പകുതി കൊടുക്കും, വീടും പകുതി കൊടുക്കും. ഈ ഊഞ്ഞാലുമ്പോൾ കയറി മുറുക്കി തന്നാൽ മുറുക്കുന്നവർക്ക്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ വന്ന് മുറുക്കിപ്പോയതാ, എല്ലാവരും പോയി പിന്നെ ഒന്നും ആർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഓള് ഈ ഓല എഴുതി അയക്കാൻ തുടങ്ങി. അതായത് നമ്മൾ കത്തൊക്കെ അയക്കിയാലേ അതുപോലെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഓലയൊക്കെ എഴുതി അയച്ച് അങ്ങനെ പറഞ്ഞ് പിന്നെ പുത്തൻകുളം ഒന്ന് ഒത്തിച്ചിക്ക് പൊന്നൂഞ്ഞാലിട്ടുണ്ട്, ഊഞ്ഞാലുമ്പോൾ കയറി മുറുക്കുന്നവർക്ക് നാടാലും പകുതി കൊടുക്കും, വീടാലും പകുതി കൊടുക്കും. എന്നോട് വാപ്പയുള്ള കാലം 22 ആനേനെ നേടിയിട്ടുണ്ട്, അതിൽ നിന്നും പകുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തിലേക്കൊക്കെ അയച്ച് അങ്ങനെ തച്ചോളി അതെ എൻ്റെ വീട്ടിൽ എത്തി ഓല. അങ്ങനെ ഓലയെടുത്ത് പിന്നെ ഒതേനം വായിച്ച്. അപ്പം ഏട്ടനോട് പറഞ്ഞ്, പിന്നെ അച്ചോളി ഓമേൻ എൻ്റെ ഏട്ടാ ഇങ്ങനെ ഊഞ്ഞാല് വളപ്പിലെ വിയ്യാത്തൊട്ടി ഒരു പുത്തൻകുളം കുത്തിച്ചിക്ക് അതിലൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്, ആ ഊഞ്ഞാലുമ്പോൾ കയറി മുറുക്കുന്നവർക്ക് നാടും പകുതി കൊടുക്കും, വീടും പകുതി കൊടുക്കും. ഓളെ വാപ്പുള്ള കാലത്ത് ഒരു 22 ആനേനെ നേടിയിട്ടുണ്ട്, അതിൽ നിന്നും പകുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അമ്മൂൻ്റെ മോനെ ഇനി അതിന് പോകണ്ട, ഓളെ പലരെയും പറഞ്ഞ് പറ്റിച്ചതാണ്, ഇടക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ അല്ലേ, എന്തിനാ വെറുതെ പോയിട്ട് ചാൻ പോകുന്നത്, അയ്യ എന്തായാലും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ചാപ്പനും പിന്നെ ഉദയനും കൂടിയാണ് പോയത്. അങ്ങനെ ആടെ എത്തി, ഊഞ്ഞാല് വളപ്പിലെ ഓളെ വീട്ടിലെത്തി. വീട്ടിലോള് ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഊഞ്ഞാലുമ്മ കയറി കിഴക്കോട്ട് മുറുക്കിയപ്പം ചുരത്തിൻ്റെ അറ്റം കണ്ട്. പിന്നെ ആടുന്ന് പടിഞ്ഞാറോട്ട് ആടിയപ്പോൾ ആടെ പിന്നെ അറബിക്കടലിൻ്റെ അറ്റം കണ്ട്. ആടുന്ന് തെക്കോട്ട് ഊഞ്ഞാലാടിയപ്പോൾ തെക്ക് നെറുങ്കൈത കോട്ട കണ്ട്. അവിടുന്ന് വടക്കോട്ട് ഊഞ്ഞാലാടിയപ്പോൾ പിന്നെ വടക്ക് പെരുമാളത്ത് കണ്ട്. അങ്ങനെ ഊഞ്ഞാല് താത്തി താഴെ വന്ന് ഇവളോട് പറഞ്ഞ് ഊഞ്ഞാല് മുറുക്കി, ഇവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഊഞ്ഞാല് മുറുക്കി. അപ്പോൾ ഇവൾക്ക് ഇതൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ചാപ്പൻ പറഞ്ഞ് തന്നാലൊക്കെ വെറും വെള്ളക്കടലാസിലൊന്നും എഴുതി വാങ്ങിയാൽ പോരാ, ചെമ്പോലയിൽ എഴുതി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അതിനോട് ചെമ്പോലയൊക്കെ എടുത്ത് എഴുതി, നാടും പകുതി വീടും പകുതി ആനയും പകുതി എല്ലാം കൊടുക്കാൻ എഴുതി കൊടുത്തവർക്ക്. ഓലാതും വാങ്ങി ഓല് പോയി. പിന്നെ ആനേനെയൊക്കെ വാങ്ങി കൊണ്ടുപോയോന്നൊന്നും അറിയാല. അങ്ങനെ ഒരു കഥയാണ്. ഇവൾക്കിപ്പോൾ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പണ്ട് കാലത്ത് വല്യച്ഛനും വല്യമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥയാണ്. മറ്റിപ്പോഴുണ്ടോ അങ്ങനത്തെ കഥയൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.